ഹായ്, എല്ലാവർക്കും എൻ്റെ ലോകത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ വീടിൻ്റെ ഒരു ഹോം ടൂറാണ്. നിങ്ങൾക്ക് എൻ്റെ വീടും എൻ്റെ വീടിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ വീടിൻ്റെ ഏകദേശം മതിലിൻ്റെ പണികൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് നിങ്ങൾ ആദ്യം കാണുന്നത് നമ്മളൊരു കാർ ഷെഡാണ്. വീട്ടിലൊരു സ്കൂട്ടി ഉണ്ട്, അതുപോലെ ഒരു ബൈക്കുണ്ട്. ബൈക്കായിട്ട് ഏട്ടൻ പോയിട്ടാണ്, ഏട്ടന് എറണാകുളത്തേറ്റ് പോയതാണ്. അപ്പോൾ ഇതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട്. പിന്നെ വീടിൻ്റെ നേരെ നമുക്ക് ഉള്ളിലോട്ട് കിടക്കാം. ഇട്ട് കഴിഞ്ഞ് വീടിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഹാളാണ് കിടക്കുന്നത്. ഇത് ഓഫീസ് റൂമാണ്. നമ്മുടെ ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇരിക്കുന്ന റൂമാണിത്. പുതിയതായിട്ട് വാങ്ങിയ സോഫയാണ് കേട്ടോ. പിന്നെ ഈ കാണുന്നതൊക്കെ എൻ്റെ ട്രോഫി, അച്ഛനിപ്പോൾ റിട്ടയർഡ് ആയപ്പോൾ കിട്ടിയ ട്രോഫീസ്, അതേപോലെ അമ്മയുടെ കുറച്ച് ട്രോഫികളുണ്ട്, ബ്രദറിൻ്റെ ട്രോഫീസ് ഉണ്ട്. പിന്നെ കൂടുതൽ ഉണ്ട് തന്നെ തോന്നണം. എല്ലാ പരിപാടികളിൽ നിന്ന് എവിടെ പോയി കഴിഞ്ഞാൽ ഒരു ട്രോഫി കിട്ടാറുണ്ട്. ഇത് പൂജാ റൂം, ചെറിയ ചെറിയ പൂജാ റൂമാണ്. അപ്പോൾ ഇത് ക്ലോക്ക്, അതേപോലെ നെറ്റിപ്പട്ടം കണ്ടില്ലേ, ഇത് മാം ഉണ്ടാക്കിയാണ് കേട്ടോ. മാമയ്ക്ക് ഇതിൻ്റെ ആർട്ട് പരിപാടികളുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കമൻറ്റിൽ ചെയ്താൽ മതി, ഞാൻ ഡീറ്റെയിൽസ് വേണമെങ്കിൽ അയച്ചുതരാം. പിന്നെ ഇത് ടി വി സ്റ്റാൻഡാണ്. പിന്നെ അവിടെ ഇവിടെ കുറച്ച് ട്രോഫീസ് ഉണ്ട്. പിന്നെ അച്ഛന് കിട്ടിയ ട്രോഫി, എൻ്റെ കുറച്ച് ട്രോഫികളൊക്കെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇതാണ് ടി വി സ്റ്റാൻഡും പരിപാടികളൊക്കെ. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ ഇവിടെയുള്ള റൂമാണ്. ഇത് അച്ഛനും അമ്മയും കിടക്കുന്ന റൂമാണ് കേട്ടോ. തൊട്ടടുത്തൊരു ടോയ്ലറ്റും ഉണ്ട്, ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റുള്ള റൂമാണ്. അങ്ങനെ പിന്നെ തൊട്ടപ്പുറത്ത് ഇതാണ് ഗസ്റ്റ് റൂമാണ്. ഇത് ഗസ്റ്റ് റൂം എന്ന് പറയാം. പിന്നെ ഏട്ടനാണ് മിക്കവാറും ഇവിടെ കിടക്കൽ. ഏട്ടൻ അല്ലെങ്കിൽ ഗസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ അവർ കിടക്കുന്ന റൂമാണിത്. പിന്നെ ഉള്ളത്, പിന്നെ നമുക്ക് ഇനി വീടിൻ്റെ മുകളിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് ടെറസ് പോർഷൻ കാണാം. ചെറിയ ചെറിയ ഫോട്ടോസൊക്കെ ചുമരുമ്പോൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇൻഡോർ പ്ലാന്റ്സുകളാണ് അതൊക്കെ. അങ്ങനെ പിന്നെ ഇങ്ങനെ ചുമരുമ്പോൾ ചെറിയ ആർട്ടുകളൊക്കെ തൂക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഭയങ്കര ഒരു ഓപ്പണായ ഹാളാണ് കിടക്കുന്നത്. ഇങ്ങനെ ഒരു ഹാൾ, ഇവിടെ സോഫ ഉണ്ട്. ഇത് ഏട്ടൻ കിടക്കുന്ന റൂമാണ്. ചിലപ്പോൾ താഴെയും കിടക്കാറുണ്ട് കേട്ടോ ആള്, ആ ഗസ്റ്റ് റൂം എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ പിന്നെ പിന്നെ നമുക്ക് എന്താണ് കാണിക്കാനുള്ളത്. പിന്നെ നമുക്ക് പുറത്തേക്കുള്ള ഇത് നോക്കാം. ഇതാണ് പുറത്തേക്കുള്ളത്. ബാക്കിൽ കാണില്ലേ മാവ്, ഒരു മാവുണ്ട് കേട്ടോ വീടിൻ്റെ നേരെ ബാക്കിലായിട്ട്. മാവ് ബാക്ക് സൈഡ് വീടിൻ്റെ. ഇതാണ് വീടിൻ്റെ ബാക്ക് സൈഡ്. അങ്ങനെ അത് കഴിഞ്ഞ് ഇനി എൻ്റെ റൂം കാണിച്ചു തരാം. ഇതാണ് എൻ്റെ റൂം. ഒന്നുമില്ല, ഞാൻ ഒരു ടേബിളുണ്ട്, അതേപോലെ ഒരു കസേര, പിന്നെ എൻ്റെ കമ്പ്യൂട്ടർ, പിന്നെ കട്ടിൽ. വെരി സിമ്പിൾ. ഇങ്ങനെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉമ്മറത്തെ സിറ്റ് ഔട്ടില്ലേ, ടെറസുമ്മത്തെ ടോപ്പിലുള്ള സിറ്റ് ഔട്ടാണ്. ഇവിടുന്ന് ഉമ്മറത്തന്നെ കണ്ടില്ല, നല്ലൊരു പാടം, റോഡ്, പിന്നെ വഴി, അത് കാണാൻ ഭയങ്കര രസമാണ് വീടിൻ്റെ ഉമ്മറത്തിരുന്ന് കഴിഞ്ഞാൽ. ഞാൻ മിക്കവാറും ഇവിടെ കസേര ഇട്ടിരിക്കലാണ്. എന്തെങ്കിലുമൊക്കെ വർക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വീടിൻ്റെ ഉമ്മറത്തന്നെ മിക്കവാറും ഇരിക്കൽ. ഏട്ടൻ വന്നു കഴിഞ്ഞാൽ ഏട്ടനാകുമ്പോൾ കൂടുതലിരിക്കുക, പിന്നെ ഞാൻ വല്ലാണ്ട് ഇരിക്കില്ല. ഇപ്പോഴും പെണ്ണിച്ചിട്ട് മറ്റേ ഞാനായിരിക്കും ഉമ്മറത്തധികം ഉണ്ടാവുക. പിന്നെ എൻ്റെ റൂമിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വീട്ടിൻ്റെ അകത്തുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ പുറത്തൊന്ന് കാണാം. വീടിൻ്റെ ഉൾഭാഗത്ത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എന്ത് വീഡിയോ എന്താ അവസ്ഥ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. എന്തൊക്കെയോ പറയുന്നുണ്ട്.
അങ്ങനെ ഇതാണ് അടുക്കള. കണ്ടില്ലേ, ഇത്രയൊക്കെ തന്നെയുള്ളൂ അടുക്കള. ഇത് വർക്ക് ഏരിയയാണ്. ഫുഡൊക്കെ വയ്ക്കൽ പടിയാണ് വർക്ക് ഏരിയ. നമുക്ക് പുറത്തേക്ക് നടക്കാം. വീടിൻ്റെ ചുറ്റും ഒരു കിണറുണ്ട് വീട്ടിൽ. വെള്ളമൊക്കെ ഏകദേശം ഇപ്പോൾ കഴിഞ്ഞു. പാടത്തൊരു കിണറുണ്ട്, അപ്പോൾ അവിടെ നിന്ന് വെള്ളം അടിക്കുക ചെയ്യാം. മഴ പെയ്ത് കിട്ടണമല്ലോ, മഴ പെയ്ത് പെട്ടെന്നാകും, കാരണം തൊട്ടടുത്ത് തന്നെ പാടമായതുകൊണ്ട് പെട്ടെന്ന് വെള്ളം കയറും. പക്ഷേ വേനലായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഡൗൺ ആവുകയും ചെയ്യും. ഇനിയിപ്പോൾ മഴ ഒന്ന് പെയ്ത് കിട്ടിയാൽ കഴിച്ചിലായി. അതാണ്. പിന്നെ ഇപ്പോൾ വീടിൻ്റെ പണി നടക്കണോണ്ട് ചെറിയ ചെറിയ പരിപാടികൾ, ഇപ്പോൾ തേപ്പും പരിപാടിയൊക്കെ നടക്കുന്നതുകൊണ്ട് എന്താ വെച്ചാൽ വെള്ളം പെട്ടെന്ന് കഴിയാണ്. മറ്റിത്ര ആവില്ല, കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മോട്ടർ കൊണ്ടുപോയി വെക്കാറ്. ഇപ്പോൾ ഇവിടെ ഒരു അടയ്ക്കാപ്പഴം മരമുണ്ട്, അതേപോലെ ചാമ്പയ്ക്ക, തെച്ചി ഒക്കെയാണ്. പിന്നെ അമ്മയുടെ ആയിട്ട് ഈ ചെടികളൊക്കെ അമ്മയാണ് മെയിൻറ്റെയിൻ ചെയ്യൽ. ഇപ്പോൾ ചെടിയുണ്ട്, തേപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് മതിലിൻ്റെ. അങ്ങനെ തെച്ചി ചെടികൾ ഒക്കെയാണ്. അയ്യോ, നമുക്ക് വീടിൻ്റെ ചുറ്റും ഒന്ന് കാണാം. ഷെഡിൻ്റെ ഇവിടെ തന്നെ വീണ്ടും എത്തി. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് പുറത്ത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ മാവൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഏട്ടൻ വെച്ചതാണ് മാവുകളൊക്കെ. വീട്ടിൽ ഇപ്പം ചുറ്റും കാണുന്ന ഒരുവിധം മരങ്ങളൊക്കെ ഏട്ടൻ തന്നെ വെച്ചതാവും. പിന്നെ വാഴ, കഴുങ്ങുണ്ട് കുറച്ച്. ഇവിടെ ഞാൻ തോന്നുന്നു നമുക്ക് വേറെ കുണ്ടോടി എന്ന് പറഞ്ഞൊരു പറമ്പുണ്ട്, അവിടെയൊക്കെ മിക്കവാറും തൈകൾ ഞാൻ വെച്ചത്. എനിക്ക് ഈ മാങ്ങേനോട് ഭയങ്കര താല്പര്യമില്ലേ, മാങ്ങ കണ്ടില്ലേ. അപ്പോൾ ബാക്കി ചുറ്റും കുറച്ച് കല്ലുണ്ട്, ചെരുപ്പ് ഇട്ടിട്ടില്ല. ഉണ്ട് ഇവിടെ വീടിൻ്റെ പിന്നിൽ തന്നെ ഒരു മാവ്, ഞാൻ മേലെ നിന്ന് ടെറസ് വന്ന് കാണിച്ചു തന്നില്ലേ, അപ്പോൾ ആ മാവാണിത്. ഇങ്ങനെ കല്ലുത്തി അതിൻ്റെ ഇടയിൽ കൂടെ. ഇതാണ് എൻ്റെ ഒരു ഹോം ടൂറും എൻ്റെ വീടിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന്. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വലിയ വീഡിയോ ഒന്നല്ല, ഒന്നാമത് ഞാൻ വ്ളോഗ് എടുക്കാൻ കുറച്ച് ഷൈയും പരിപാടിയാണ്. ഒന്ന് ലെവലാക്കി കൊണ്ടുവരണം. ഞാൻ ആക്ട് ചെയ്യുമ്പോൾ എനിക്ക് പ്രശ്നമില്ല. ആക്ടർ അല്ലെങ്കിൽ ഡയറക്ടർ, എനിക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ആക്റ്റീവും അതെന്താ പ്രിസൈസ് ചെയ്ത് പറയാനും അറിയാം. പക്ഷേ ഈ വ്ളോഗിൽ ഞാൻ ഭയങ്കര ഷൈയാണ്, വീക്കാണ്. എനിക്ക് പൊതുവെ സംസാരിക്കുമ്പോൾ കണ്ടോ ഭയങ്കര തടച്ചിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ ചെറിയ ഷൈ ഉണ്ട്, ഒക്കെ റെഡിയാവും. കുറച്ചൊക്കെ വീഡിയോസ് ആകുമ്പോൾ റെഡിയാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീടും ചുറ്റും കാഴ്ചകളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ലോകത്ത് അടുത്തൊരു കാഴ്ചകളുമായിട്ട് വരുന്നവരേക്കും ബൈ.